ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു ബഷീർ ദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ബഷീർ ദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബഷീർ ദിന ക്വിസിൻ്റെ സീരീസിലെ 6ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടി എന്തായാലും കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അവസാനം വരെ കണ്ട ശേഷം നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വിന്നറെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നറെ നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഇതിൻ്റെ ഉത്തരം പത്മശ്രീയാണ്. അതായത് പത്മശ്രീയാണ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. ഇനി വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഹരിത് ബിനിൽ, അവന്തിക, ശിവകൃഷ്ണ, അശ്മിയ, ആരോൺ, ദേവു വിനായക്, ശിവാനി എന്നിവരാണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നർ. ഇതുപോലെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിൻ്റെ സഹോദരി ആരാണ്? ആ നോവലിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. ബഷീറിൻ്റെ സഹോദരിയാണ് ഫാത്തിമ. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിൻ്റെ സഹോദരിയുടെ പേരാണ് ഫാത്തിമ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനുണ്ട്. നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഇതെല്ലാം എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. വീഡിയോയിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ PDF വാട്സപ്പിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം PDF ആയി ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ എഴുതിയ ഗ്രന്ഥം ഏതാണ്? MP പോൾ എന്ന ഗ്രന്ഥമാണ് ബഷീർ തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥം. മൂന്നാമത്തെ ചോദ്യം: പ്രേമലേഖനത്തിലെ കേശവൻ നായരും സാറാമ്മയും തങ്ങൾക്കുണ്ടായ കുഞ്ഞിന് പേരിടാൻ നിശ്ചയിക്കുന്നു. പല പേരുകൾ എഴുതി നറുക്കിട്ടു. നറുക്കിൽ അവർക്ക് കിട്ടിയ പേരുകൾ ചേർത്ത് അവർ കുഞ്ഞിന് ഒരു സ്റ്റൈലൻ പേരിട്ടു. കേശവൻ നായർക്ക് കിട്ടിയ നറുക്കിൽ എഴുതിയ പേരെന്തായിരുന്നു? കേശവൻ നായർക്ക് കിട്ടിയ നറുക്കിൽ ഉണ്ടായിരുന്ന പേര് മിഠായി എന്നാണ്. അതിനുശേഷം കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് ആകാശമിഠായി എന്ന് പേരിട്ടത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ ചോദ്യം ഇതാണ്: MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നാണ് MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത്. അഞ്ചാമത്തെ ചോദ്യം: ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരാണ്? മറുത്തൊന്നും ചിന്തിക്കാതെ തന്നെ നമുക്കിതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്ത ചോദ്യം ഇതാണ്: വെളിച്ചത്തിനെന്ത് വെളിച്ചം? ബഷീറിൻ്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണിത്. ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വാക്യം. ഏത് കൃതിയിലെ വാചകമാണിത്? ആരാണ് ഇത് പറയുന്നത്? എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ നായകനായ നിസാർ അഹമ്മദിൻ്റെ ബാപ്പയും കോളേജ് പ്രൊഫസറുമായ സൈനുദ്ദീനാണ് ഈ വാചകം പറയുന്നത്. ആരും വാചകം മറക്കരുത്. വെളിച്ചത്തിനെന്ത് വെളിച്ചം. ആ വാചകം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന നോവലിലാണ്. അടുത്ത ചോദ്യം: MP പോളിൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൽ വാർഡനായി ജോലി ചെയ്തിരുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് ആ സാഹിത്യകാരൻ. അടുത്ത ചോദ്യം: ബഷീറിൻ്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? ബഷീറിൻ്റെ അനർഘ നിമിഷം എന്ന് പറയുന്ന ചെറുകഥയാണ് ബഷീറിൻ്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ എന്ന വ്യക്തിയാണ് ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അടുത്ത ചോദ്യം: ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് P കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിൻ്റെ ഏത് നോവലിനെ കുറിച്ചാണ്? ബഷീറിൻ്റെ ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവലിനെ പറ്റിയാണ് P കേശവദേവ് ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം: എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലാണുള്ളത്? ബഷീറിൻ്റെ ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്ന കൃതിയിലാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്ന കഥാപാത്രമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ബഷീർ എറണാകുളത്തു സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരെന്താണ്?
ബഷീർ എറണാകുളം ജില്ലയിൽ സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരാണ് സർക്കിൾ ബുക്ക് സ്റ്റാൾ. അടുത്ത ചോദ്യം, ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? M.A. റഹ്മാനാണ് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? ബഷീറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത് M.N. വിജയനാണ്. അതായത് M.N. വിജയനാണ് ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏതാണ്? നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ബഷീറിന് ലഭിച്ച ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് പത്മശ്രീ പുരസ്കാരം. അത് ബഷീറിന് ലഭിച്ചത് 1982-ലാണ്. അടുത്ത ചോദ്യം, ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് ഭാർഗവി നിലയം എന്ന സിനിമ എടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ധർമ്മബോധത്തിൻ്റെ ആശാനായിരുന്നു ബഷീർ. കൈനോട്ടമൊക്കെ അയാളുടെ വിദ്യകളായിരുന്നു. ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു, ഇത് ഏത് രേഖയാ? ബഷീർ പറഞ്ഞു, കൈയുടെ നടുവിലുള്ള രേഖയാണോ? അത് കൈ മടക്കാനുള്ള രേഖയാണ്. ആരാണ് ബഷീറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? പൊൻകുന്നം വർക്കിയാണ് ബഷീറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരമാണ്. അതേതാണ്? ബഷീറിൻ്റെ മതിലുകൾ എന്ന കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരത്തിൽ അഭിനയിച്ചതിനാണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന കൃതിയാണ് സാഹിത്യലോകത്ത് വളരെയധികം വിമർശനങ്ങൾ ഉണ്ടാക്കിയത്. അടുത്ത ചോദ്യം, സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? ഇതേ ചോദ്യം നമ്മൾ 2 പ്രാവശ്യം വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലസാഹിത്യകൃതി, അതായത് ബഷീറിൻ്റെ ബാലസാഹിത്യകൃതിയാണ് സർപ്പയജ്ഞം. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ബഷീറിൻ്റെ ഉജ്ജീവനം എന്ന പത്രത്തിലാണ് പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ എഴുതിയിരുന്നത്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ബഷീറിൻ്റെ പ്രേം പാറ്റ എന്ന് പറയുന്ന നോവലാണ് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കൃതിയാണ് അത്തരത്തിലൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്കറ്റ് അടിച്ച പേഴ്സ് തിരിച്ചു നൽകാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യൻ്റെ പേര് ദൈവം എന്നായിരിക്കുന്നു. ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന കൃതി ഏതാണ്? ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കൃതിയിലാണ് ഇത്തരത്തിലൊരു പോക്കറ്റടിക്കാരനെ പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായികാനായകന്മാർ ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ ഈ ചോദ്യം 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. കേശവൻ നായരും സാറാമ്മയുമാണ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായികാനായകന്മാർ. ഇവർ 2 പേരും ചേർന്ന് തങ്ങളുടെ കുട്ടിക്കിടുന്ന പേരാണ് ആകാശമിട്ടായി. ഇതെല്ലാവരും ഓർത്ത് വെക്കണം. ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഓർമ്മയുടെ അറകൾ എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. ന്റുപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? ഉത്തരം നിസാർ അഹമ്മദ്. അടുത്ത ചോദ്യം, ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീയാണ്. 1982-ലാണ് ബഷീറിന് പത്മശ്രീ ലഭിക്കുന്നത്. ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിലാണ്. ഈ മരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇതിൻ്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നത്?
ബഷീർ തൻ്റെ മാങ്കോസ്റ്റീൻ മരത്തെപ്പറ്റിയാണ് ഇത്തരത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നത്. കൂടെ നിങ്ങളുടെ പേര് കൂടി ചേർക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രഖ്യാപിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്കിനി നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം ഇതാണ്: ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടാതെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.